ഇടയൻ നയിക്കുന്നത് പോലെ നിന്റെ ജീവിത പന്താവുകളെ ഈശോ നയിക്കും. ഈശോ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. യേശു നിന്റെ ജീവിതത്തിൽ കടന്നു വരും. പച്ച പിരിച്ച പുൽത്തകടികളിലൂടെ അവിടുന്ന് നിന്റെ ജീവിതത്തെ നയിക്കും. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ കടന്നുപോയാലും, നീ ഇന്ന് മരിക്കുന്ന അവസ്ഥയിലൂടെ പോയാൽ, രോഗം കൊണ്ട് നീ തകർന്നവനായിരിക്കാം, നീ തളർന്നു കിടക്കുന്നവനായിരിക്കാം, മാനസികമായ തളർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം, ഏകാന്തത, ഒറ്റപ്പെടലുകൾ, തിരസ്കരണങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിന്നെ രക്ഷിക്കാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ നടന്നാലും നിന്റെ ജീവിതത്തിൽ കൈവിടാത്ത ഒരു വ്യക്തിയുണ്ട്. അത് യേശുവാണ്. നിന്റെ ജീവിതത്തെ രക്ഷിക്കുന്നവൻ യേശുവാണ്. പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചേക്കാം, പ്രിയപ്പെട്ടവർ തള്ളിക്കളഞ്ഞേക്കാം, ആശുപത്രികളിൽ കിടക്കുന്നുണ്ടാകാം, വരാന്തകളിൽ കിടക്കുന്നുണ്ടാകാം, വീട്ടിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ, അനാഥാലയങ്ങളിലേക്ക് തള്ളിവിടുന്ന അവസ്ഥകൾ, മാനസികമായി പൊരുത്തമില്ലാത്ത സാഹചര്യങ്ങൾ, ദമ്പതികൾ തമ്മിൽ, ഭർത്താക്കന്മാർ ഭാര്യമാർ തമ്മിൽ, മക്കൾ തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിൽ പൊരുത്തമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവർ നിന്നെ തള്ളിക്കളഞ്ഞാൽ യേശു നിന്നെ തള്ളിക്കളയില്ല. യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്നെ സഹായിക്കും, നിന്റെ മനസ്സിനെ ബലപ്പെടുത്തും, നിന്റെ ജീവിത വഴികളെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സായാഹ്നത്തിൽ ഈ കൊഴിഞ്ഞമ്മാർ ബസ് സ്റ്റാൻഡിൽ ദൈവവചനം കേൾക്കുമ്പോൾ യേശു നിന്റെ ജീവിതത്തെ സഹായിക്കും. യേശുവിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നിന്റെ മനസ്സുകളെ നീ തുറക്കണം. നിന്റെ മനസ്സിനെ നീ തുറക്കണം. നിന്റെ മനസ്സിൽ പാപചിന്തകളുണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ, നിരാശപ്പെടുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ യേശുവിന്റെ മുമ്പിൽ നീ സമർപ്പിക്കണം. എന്റെ യേശുവേ, എന്നെ രക്ഷിക്കണമേ. എന്റെ യേശുവേ, എന്നെ സഹായിക്കണമേ. എന്റെ യേശുവേ, നീ എന്റെ കൂടെ വരണമേ. നീ മനസ്സിൽ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാവുന്ന തക്ക വിധത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യേശുവിന്റെ സാന്നിധ്യം കൂടെയുള്ള സാന്നിധ്യമാണ്. യുഗാന്ത്യം വരെ എന്നും നിന്റെ കൂടെയുണ്ട്. മത്തായി സുവിശേഷം 28:20 ഉത്ഥാനം ചെയ്ത ക്രിസ്തു തിരുവചനത്തിലൂടെ പറയുകയാണ്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എവിടെ പോയാലും, നീ കളിക്കാൻ പോയാലും, നീ പഠിക്കാൻ പോയാലും, നീ ബിസിനസ്സിന് പോയാലും, ജോലിക്ക് പോയാലും, ആശുപത്രിയിൽ കിടന്നാലും, തകർന്നവനായാലും നിന്റെ കൂടെ യേശു ഉണ്ട്. നീ ആ യേശുവിനെ വിളിച്ചാൽ മതി. യേശുവിന്റെ സാന്നിധ്യം നീ വിളിച്ചാൽ മതി. നിന്റെ ജീവിതത്തിൽ യേശു സന്തോഷം തരും. നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കും. രക്ഷിക്കാൻ കഴിയാത്ത വിധം യേശുവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ കഴിയാത്ത വിധം യേശുവിന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നീ സമുദ്രത്തിലൂടെ കടന്നുപോയാലും